മാല്യവാന്റെ വാക്യം. സേവകനാം ശുകൻ നിർഗമിച്ചനന്തരം മാല്യവാൻ രാവണമാതാമഹൻ ആഗമിച്ച് തന്നരുമയാം പൗത്രനെ ആലിംഗനം ചെയ്തിട്ടിത്ത മുര ചെയ്തു. നിന്നോടു ചൊൽവൂ ഞാൻ നല്ല കാര്യങ്ങൾ, നന്നല്ല രാമവിദ്വേഷം മകനെ. ദുർനിമിത്തങ്ങളേറെ ദർശിപ്പൂ, ദുഷ്ചെയ്തികളിൽ നിന്നും വിടവാങ്ങൂ വേഗം. കാഗോദരങ്ങളും കീരികളും തമ്മിൽ പോരെടുക്കുന്ന ദൃശ്യം കാണുന്നു നാം. ആഘുവിനെ വൃഷദംശകം നിത്യം ഘാതം ചെയ്ത് ഭോജനം ചെയ്യുന്നു. മാനത്തു നിന്നും മേഘജ്യോതിസ്വപ്പം ചോരയും വർഷിച്ചു കാണുന്നു നിത്യവും. ഘോരദംഷാന്വിതം ദേവി കാളിയെ കാണുന്നതായി മനസ്സിൽ തോന്നുന്നു. ദുര്യോഗങ്ങൾക്ക് ശാന്തി വരുത്തുവാൻ ജാനകിയെ ക്ഷണം തിരികെ ഏൽപ്പിച്ച് രാമപാദങ്ങളിൽ അർച്ചന ചെയ്ത് സ്തോഷം കൊള്ളുക സന്മകനേ നീ. യുദ്ധമുര ചെയ്ത മാതാമകനോടുത്തരമായി സൽവാക്ക് ചൊല്ലാതെ നിസ്ത്രവം രാവണൻ തന്നരികിൽ നിന്നും നിർഗമിക്കാൻ മാതുലനാജ്ഞ നൽകി. യുദ്ധാരംഭം. നക്തഞ്ചരരായവരെത്രയും വേഗേന യുദ്ധത്തിനായങ്ങുദ്യുക്തരായപ്പോൾ ബദ്ധവൈരേണ രാമൻ വിശിഖത്താൽ നക്തഞ്ചരൻ തൻ മകുടം മുറിച്ചു. മുഖ്യന്മാരായുള്ള യാദുക്കളൊക്കെ അങ്ങ് അത്യന്ത ഭീത്യാ മരുവുന്ന നേരം യുദ്ധം തുടങ്ങുക എന്നാജ്ഞയേകി രാജൻ. പ്രഹസ്തൻ തുടങ്ങിയവരോടിത്തം കഥിച്ചു. ആനയും അശ്വവും കാട്ടുപോത്തും മറ്റു ശൂരത പൂണ്ട മൃഗസഞ്ചയവും തേരു തുടങ്ങിയ യാനങ്ങളൊക്കെയും വേഗേന എത്തിയച്ചങ്ങാഹവം ചെയ്യുക. ഉത്തര ദക്ഷിണ പശ്ചിമ പ്രാചിദിക്കുകൾ തോറും രാമനും അനുജരും മറ്റു വൃക്ഷപ്രമുഖരും ഏറ്റവും ഊറ്റത്താൽ രാക്ഷസരാജ്യം വളഞ്ഞു നിലകൊണ്ടു. പൊട്ടിച്ചെടുത്ത കല്ലുകൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും ശൈലങ്ങൾ കൊണ്ടും അങ്ങ് അത്യുഗ്രമായവർ യുദ്ധം തുടങ്ങി. ഹേമനിറമാർന്ന ഗോപുരദ്വാരവും ശോഭനമായുള്ള ഹർമ്മ്യ നികരവും പിന്നെ ഏറെ പൊക്കമുള്ള പ്രാകാരവും മറ്റുമാക്കം കൊണ്ട് ഹരിസംഘം തകർത്തു. നക്തഞ്ചരരുമൊട്ടും കുറയാതെ ശസ്ത്രങ്ങൾ കൊണ്ടും കരവാളുകൾ കൊണ്ടും എത്രയും ഭീകരമായി യുദ്ധം ചെയ്ത് അഗ്നിശിഖ പോലെ നിന്നാരണഭൂവിൽ. പിന്നെ ദശഗ്രീവൻ തന്നാജ്ഞാനുസാരം പുണ്യജനനായ വിദ്യുജ്ജുഹൻ തൻ ഉന്നതമായ മായാസൃഷ്ടിയായി രാമൻ തന്നുത്തമാംഗം സീതാസവിതേ വെച്ചു. തൻ്റെ കണവനെ കൊന്നെന്ന് ചിന്തിച്ചങ്ങേറെ വ്യഥ പൂണ്ട സീതയോട് സമ്യത ചൊല്ലി ആശ്വസിപ്പിച്ചു. ഖിന്നത മാറ്റി പുണ്യയാം സരമാ രാമൻ തന്നാജ്ഞയാൽ അങ്കദൻ നൃപനോട് ജാനകിയെ തിരികെ ഏൽപ്പിക്കയെന്ന രാമോക്തികൾ രാജനോടരുളിയ നേരം രാക്ഷസർ സിംഹം പോലാർത്തു വന്നു. രാത്രീഞ്ചരന്മാരെ തൽക്ഷണം തന്നെ ഘാതം ചെയ്തങ്ങ് കപിവരരൊക്കെയും ആർത്തിരമ്പി വന്നു ഭേരി മുഴക്കി ഹ്ലാദത്താൽ മേലായം ചെയ്തു പോയി. പാറയും മേരുവും വൃക്ഷങ്ങളും ഏന്തി വാനരങ്ങല പോലെ ആഗമിച്ച നേരം രോപവും വൃക്ഷഭേദിയും കൊണ്ട് മാരി പോലെ വന്നെത്തിയരക്കാർ. സ്തംഭേരമങ്ങളും തുരകവ്യൂഹവും സൈരഭനികരവും സിംഹസമൂഹവും മറ്റും ഖണ്ഡാനിനാദത്താൽ പാഞ്ഞടുക്കും നേരം മണ്ട കടാഹം അങ്ങേറ്റം വിറകൊണ്ടു. അമ്പരമധ്യേ ഇന്ദ്രനും വിഭുതരും ഗന്ധർവന്മാരും മറ്റു കിംപുരുഷന്മാരും അംഗം ദർശിക്കാൻ ആഗമിച്ചപ്പോൾ സങ്കരഭൂമിയെ കണ്ട അതിഭീതിയാൽ മേഘനിനാഥൻ തേരിലേറും നേരം താരേയൻ സൂതനെ നിഗ്രഹിച്ചിട്ടങ്ങാലംബഹീനനാക്കിയിടിനാനെങ്കിലും ആലസ്യമെന്നേ വരുത്തി രഥം വീണ്ടും ജംബുമാലി എന്ന യാതുധാരൻ ക്ഷണം അഞ്ജനാതനയനെ താഡനം ചെയ്തപ്പോൾ അഞ്ജസാ മാരുതി സാരഥി സഹിതം സ്യന്തനം പൊക്കി ധൂളികളാക്കി. പിന്നെ സുഗ്രീവനും നീലനും മറ്റു പ്ലവങ്ക സൈന്യങ്ങളും പോർ വിളിച്ചെമ്പാടും സങ്കരഭൂമിയെ അലങ്കോലമാക്കി ലങ്കാപതിയെ വിഭ്രമിപ്പിച്ചാർ.
പിന്നെ നാഗാസ്ത്രമെയ്ത് നൃപേന്ദ്രൻ പന്നകശായിയെ വിഭ്രമിപ്പിച്ചപ്പോൾ പന്നക വൈരി അങ്ങെത്തി ക്ഷണേന പന്നകാസ്ത്രത്തിന്റെ യൂറ്റം ശമിപ്പിച്ചു. പന്നകവൈരിയെ കണ്ട നേരം തന്നെ ഖിന്നത മാറ്റിയ രാമപ്രഭൃതികൾ മുന്നേതിലും ദൃശമാക്കം കൊണ്ടിട്ട് വന്ന ശത്രുക്കളെയെല്ലാം ഹനിച്ചു. പിന്നെ തീക്കൊള്ളികൾ കൈകളിലേന്തി യുദ്ധസന്നദ്ധരായവർ നിൽക്കുന്ന നേരം ധൂമ്രാക്ഷൻ എന്നരക്കനെ രാവണൻ സംഗ്രാമം ചെയ്യാൻ ഉദ്യുക്തനാക്കി. അഞ്ജനാതനയനെ സംഹരിക്കാനായി ദന്തമെറുമ്മിയവനാഗമിച്ച നേരം കമ്പനം ചെയ്തു മാരുതി ചെന്നൊരു ഗിരിശൃംഗമെടുത്തങ്ങെറിഞ്ഞു. ക്ഷണം തന്നെ തുംഗശരീരികളായ നിശാചരൻ ചെങ്കതിരോൻ സുതൻ തൻ ഗേഹേ പോയ നേരം സങ്കടം പൂണ്ട ദശാസ്യൻ യഥാകാലം സങ്കരം ചെയ്യുവാൻ വജ്രദംഷ്ടനോടോതി. ഇന്ദ്രരിപുവായ വജ്രദംഷ്ടൻ ക്ഷണം അങ്കദനോടംഗം ചെയ്യുന്ന നേരം തുംഗശരീരികളാം രണ്ടു പക്ഷത്തെയും വമ്പന്മാരേറെ അന്തം വരിച്ചു. മണ്ഡലാഗ്രം കൊണ്ട് വജ്രദംഷ്ടനെയും ഛിന്നമാക്കിയിട്ട് അങ്കദൻ പിന്നെയും സമരായം ചെയ്യാൻ സന്നദ്ധനായി വഞ്ചദ്വയാസ്യൻ തന്നരികെ ചെന്നെത്തി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.